സാറേ ആ ചെറിയൊരു സംശയമുണ്ട് സാറേ. എന്താണ് സാറേ, മാവേലി എന്നാണോ പറയല് മഹാബലി എന്നാണോ പറയല്? മാവേലി എന്നാണോ മഹാബലി എന്നാണോ പറയല്? ശരി, അത് രണ്ടും പറയും സാറേ. അങ്ങനെ പാതാളത്തിലേക്ക് പോയാണ് അത് ആരാ ഒരാണല്ലോ? അതെ, അത് മാവേലി. അത് അവിടെ ചോദിക്കി, അവരോട് ചോദിക്കി. നമസ്കാരം സാറേ. ചെറിയൊരു സംശയമുണ്ട്. അതായത് മഹാബലി എന്നാണോ മാവേലി എന്നാണോ പറയല്? അത് നമ്മളെ വകുപ്പല്ല, ശീതള സാറോട് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിയില്ല, ഇവിടെ ചോദിച്ചു. സാറേ എന്തുട്ടാ ഞാൻ കേട്ടു. എന്തുട്ടാ അത്? ഇന്നലെ ക്ലബിന്റെ ഒരു പരിപാടി, ഓണാഘോഷ പരിപാടി. അപ്പൊ ഞാൻ അധ്യക്ഷനായിരുന്നു. ഞാൻ കുറച്ച് സംസാരിച്ചു മാവേലിനെ കുറിച്ചിട്ട്. അത് കഴിഞ്ഞ ഇറങ്ങി നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നത്, ഞാൻ എന്ത് മണ്ടത്തരാടാ പറയുന്നത്, മഹാബലി എന്നല്ലേ പറയല്, മാവേലി എന്നാണോ ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ശരിക്കും അറിയാത്തൊരു കാര്യമല്ല സാറേ, മാവേലി എന്നാവോ പറയല് മഹാബലി എന്നോ പറയല്? രണ്ടും പറയാലോ. മഹാബലി എന്നാണ് ചക്രവർത്തിയുടെ ഫുൾ നെയിം. അതെ, മഹാബലി എന്നാണ്. ഇവിടെ ഇപ്പൊ കൺഫ്യൂസ് വന്നെന്താ അറിയോ? എനിക്കുണ്ടായ കുഴപ്പോ ഇയാൾക്ക് എന്തിനാ രണ്ടു പേര് വന്നത്? വിളിക്കരുത് രാജാവ്. അതിപ്പോ പറഞ്ഞാല് നമ്മളിപ്പോ മൊയ്തു, ഉണ്ണി, ശീതളൻ എന്ന് പറഞ്ഞ പോലത്തെ ആൾക്കാരല്ലേ അത്? അല്ലല്ല, രാജാക്കന്മാരല്ലേ. അതാ ബഹുമാന സൂചകമായിട്ട് നമ്മൾ വിളിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ശ്രീകൃഷ്ണൻ, അപ്പൊ ഉണ്ണികൃഷ്ണൻ ആരാ? മൂപ്പരന്നെ. അപ്പോ കാർവർണ്ണൻ ആരാണ്? അത് മൂപ്പര. അല്ലാണ്ട് പിന്നെ അപ്പൊ വേണുഗോപാലൻ. അതൊക്കെ ഞാൻ പറഞ്ഞത്, അത് അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളെ ആദരസൂചകമായിട്ട് പല പേരിലും നമ്മൾ വിളിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് വേറൊന്ന് പറയാം. അപ്പൊ മഹാൻ എയർവേസ്, അത് മാവേലിന്റെ. മാവേലിന്റെ എന്ന് വെച്ചാൽ മഹാബലിയുടെ, മാവേലി തമ്പുരാന്റെ ഓർമ്മയ്ക്കായിട്ട് ശ്രീലങ്കക്കാരെ ഇറക്കിയിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞ ഈ മഹാൻ എയർവേസ്. പിന്നെ അത് മഹാബലി തമ്പുരാനെ വാമനൻ ചവിട്ടി താഴ്ത്തണല്ലോ. ഈ ചവിട്ടി താഴ്ത്തുന്ന സമയത്ത് ഈ കടലിൽ നിന്ന് പൊന്തി വന്ന സാധനമാണ് ശ്രീലങ്ക. എന്റെ പൊന്ന് ശീതള സാറേ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കണത്? നിങ്ങളിപ്പോ ഈ പറയണത് വല്ല തരുമ്പുണ്ടോ? മഹാബലിക്ക് ഒരുപാട് കഥകളുണ്ട്. ഇപ്പൊ ഒരു 100 കഥകൾ ഇതാ പുതിയത് ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ ഇനി പുതിയ കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞതിൽ വല്ല തരുമ്പുണ്ടോ? സത്യമാ? അല്ല നമ്മളൊരു ചേർച്ചുള്ളൊരു വേടണല്ലോ. അപ്പൊ അങ്ങനെ തട്ടണ്. അല്ല രാഘവേട്ട, എന്തെന്ന് ചായ വൈകി? ഇതില്ലേ ഇപ്പൊ സാർ ഭൂമി അളക്കുന്ന ഓഫീസില്ലേ, സർവേ ഓഫീസ്, ആടെ ഇന്ന് ഒരുപാട് ആള്. അടുത്ത വിശേഷം ഓണത്തിന്റെ ആഘോഷത്തിന്റെ എന്തോ റിഹേഴ്സൽ നടക്കുക എന്നോ പറഞ്ഞു. ഒരുപാട് ആളാണ്. അപ്പൊ അവരെല്ലാം കടിയും വഞ്ചു. അപ്പൊ ഇന്നിപ്പോ കടിയില്ല? കടിയില്ല, നാളെ കടിക്കാം. അത് ശരി, ഇന്നത്തെ കടി നാളെയാ കടിക്കല്? അല്ല, നിങ്ങളെ ഈ ഓഫീസിൽ അങ്ങനത്തെ ആഘോഷമൊന്നുമില്ലേ? ഓണാഘോഷമൊന്നുമില്ലേ? അല്ല പറയുമ്പോലെ ശീതള സാറേ, സത്യ സാറേ, ഓണാണ് പിന്നെ ഞമ്മക്ക് എന്തെങ്കിലും ആഘോഷം ഉണ്ടാക്കണ്ട ഇവിടെ. ഓണത്തിന് എന്തെങ്കിലുമൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഓഫീസിൽ അത് നടക്കുവോ സംശയമാണ്. അതെന്താ നമ്മളെ ഓഫീസിൽ നടക്കാത്ത? ഈ ഓണം പറഞ്ഞാലുണ്ടല്ലോ, അതായത് ഒരു നല്ല സംസ്കാരത്തിന്റെയൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. ഉള്ളവൻ ഇല്ലാത്തവൻ അങ്ങനെയുള്ള വേർതിരിവില്ല. വലിയ ആള് ചെറിയ ആള് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു കാലത്തിന്റെ ഉറവ്. അതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആഘോഷിക്കണം നമ്മുടെ ഓഫീസിൽ. ആഘോഷിക്കണം. പക്ഷെ നമ്മുടെ ഈ സുഗതൻ സാർ ഇരിക്കുമ്പോൾ നടക്കില്ലല്ലോ. അത് നേരാ. എങ്ങനെ അയാളുടെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യം പറയും ശീതള സാറേ? അങ്ങോട്ട് ചെല്ലുമ്പോഴേ പറയും ഞാൻ ഗസറ്റഡ് ഓഫീസറാണ്, ഞാൻ ഗസറ്റഡ് ഓഫീസറാണെന്ന്. എനിക്കത് കേൾക്കുമ്പോ വരും ഭ്രാന്ത്. കാരണം നമുക്കറിയാലോ അയാൾ ഗസറ്റഡ് ഓഫീസറാണെന്ന്. പിന്നെ ഇത് പറയണത് എന്തിനാണ്? അതായത് പുള്ളി ഗസറ്റഡ് ഓഫീസറാന്നുള്ള കാര്യം മൂപ്പർക്ക് ഇപ്പോഴും അറിയില്ലേ? അതാണ് കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ചെന്നാലോ? ബ്ലോക്ക് ചെയ്താലോ? ഒരു ഐഡിയ ഉണ്ട്. അതായത് നിങ്ങൾ ഗസറ്റഡ് ഓഫീസറായിട്ട് ഈ ചെയറിൽ ഇരിക്കുമ്പോ ഈ പരിപാടി നടത്തിയാൽ നിങ്ങൾക്കാണ് അതിന്റെ ഗുണം. പേര് മുഴുവൻ ഇങ്ങക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ടോപ്പാക്കുക, ഒന്ന് പോയിട്ട് പൊക്കുക. അതെ, ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. കാര്യത്തിൽ നടക്കുക. നടക്കുന്ന വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാതും മാത്രം. സത്യം സാറേ, പോയാലൊരു വാക്ക് കിട്ടിയാലോ ഒരു ആന. ഈ ഓണം എന്നൊക്കെ പറഞ്ഞ വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ. ആഘോഷിക്കണം നമ്മള്. അത് ആഘോഷിക്കണമേ. സംശയം
സാറൊന്നും മിണ്ടുന്നില്ലല്ലോ. മറ്റേ സാറേ നമ്മള് സാറേ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങൾക്ക് പോവായിരുന്നു സാറേ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പല സർക്കാർ ഓഫീസുകളിലും ഓണാഘോഷ പരിപാടികളൊക്കെ നടത്താറുണ്ട്. പക്ഷെ നമ്മുടെ താലൂക്ക് ഓഫീസിൽ അത് വേണോ? വേണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. എല്ലാവരും വേണമെന്നാ പറഞ്ഞേ. സാറൊന്നും മോളി ആ കാര്യം നടത്തും. മൂള ഞാനെന്താ കൂമനോ? മോളാൻ കൂമനാണോന്ന്? അതെ സാറേ. സാറേ സാറൊരു യെസ് പറഞ്ഞ കാര്യങ്ങൾ നടത്തി. അതാണ് നമുക്ക് നമ്മുടെ ഓഫീസിൽ ഒരു ഓണാഘോഷമൊക്കെ ഗംഭീരമായിട്ട് നടത്തി എന്ന് പറയുമ്പോ അത് ആരുടെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് ചോദിക്കുമ്പോ സാറിന് തന്നെയാണ് എന്റെ ഒരു ക്രെഡിറ്റ്. മാത്രമല്ല സാറേ, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തിയിട്ടില്ലേ? ഇല്ല, അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം, ദേശീയ ആഘോഷം ഉണ്ടായിക്കോട്ടെ. ആശയിലേക്ക് അങ്ങനെയാണ് എല്ലാവർക്കും ആഗ്രഹമെങ്കിൽ നടത്തണോണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. അതെ സാറേ, അത് മതി സാറേ. നമുക്ക് അതിന്റെ ഒരു ചിട്ടവട്ടങ്ങളിൽ എന്താ വെച്ചാൽ അതൊക്കെ നോക്കല്ലേ സാർ? എന്നാല് അല്ലേ സാറേ സദ്യ എന്തായാലും വേണം. പിന്നെ പരിപാടി എന്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണം സാറേ. നമുക്ക് ശരിക്കും നാടകത്തിന് നമുക്ക് പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് പെണ്ണുങ്ങളൊക്കെ അതിൽ സംഘടിപ്പിക്കാൻ വെച്ചാൽ വലിയ നിന്റെ ഭാര്യനെ മാറ്റിട്ട് മുടിയുണ്ടല്ലോ പെണ്ണാവും. അയ്യേ, അത് വേണ്ട വേണ്ട, നിന്റെ വേഷം കെട്ടലൊന്നും കൂടെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കളികള് ആവാം. വേറെ വടംവലി നടക്കില്ല. നമ്മള് അത് വലിയ മെനക്കെടാത്. ഈ കയറ് നോക്കിയേ, നമ്മള് പിടിച്ച് കൈയൊക്കെ പൊട്ടിയാ പേന പിടിക്കാൻ പറ്റില്ല നമുക്ക്. മാത്രല്ല വേറെ വിഷയമുണ്ട്. ആ സാറ് ഇപ്പൊ നമ്മുടെ സാറ് നിൽക്കുന്ന ഭാഗം തോറ്റെങ്ങാനും പോയി കഴിഞ്ഞാൽ പെരും വരും. അത് വേണ്ട, അങ്ങനത്തെ മത്സരങ്ങൾ വേണ്ട. ഒരു പണിയാട്ടെ, നമുക്ക് ഓണത്തല്ലാക്കാം. അതുട്ട ഇയാള് പറഞ്ഞോ ഓണത്തല് എന്നൊക്കെ പറഞ്ഞാൽ കളരി അഭ്യാസികളെ ചെയ്യാകണ്ട സംഭവമാണ് അത്. അത് വേണ്ട. അത് പിന്നെ മാത്രമല്ല, ആൾക്കാർക്ക് നമ്മളോട് മൊത്തത്തിൽ ഒരു വിരോധമുണ്ട്. എല്ലാരും കൂടെ കേറി വന്നിട്ട് തല്ലെങ്ങാനും വിട്ടുപോയാൽ തീർന്ന്. എന്നാലേ ഒരു നല്ല തീരുമാനം ഞാൻ പറയാം. നമുക്ക് പുലിക്കളിയൊക്കെ പുലിക്കളി കുഴപ്പമില്ല. പുലിക്കളി ഓണത്തിന്റെ കളിയാണ്. അത് കളിയാണ്. വേടനും ചെണ്ടക്കൊട്ടും ഒക്കെ ആയിട്ട് അതൊരു കളറാ വിട്ടത്. അത് കളർ സാറേ. എന്നാ പുലിക്കളി മതി എന്നാണ് ഇപ്പൊ ഒരു തീരുമാനം. പുലിക്കളിയാവാ. കാരണം എന്താ വെച്ചാലേ, അത് ശരിക്കും പറഞ്ഞ ആ പുലിയുടെ വേഷം കെട്ടുന്ന ആളെ നമ്മള് കൃത്യമായിട്ട് തെരഞ്ഞെടുക്കണം കേട്ടോ. അതായത് ആ കാണാനൊരു പ്രൗഢി ഉണ്ടാവണം. പുലിയാണ് ആ നിക്കണെന്ന് നമുക്ക് തോന്നണം. വയറും വേണം. പിന്നെ കണ്ട ഒരു തറവാടിയാണെന്ന് തോന്നണം. നമ്മൾ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാന്ന് നമുക്ക് കണ്ട ഒറ്റ നോട്ടത്തില് മനസ്സിലാവണം. അപ്പൊ ഞാൻ പറയണത് ആ രീതിയിൽ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഒരു പ്രൗഢിയൊക്കെ ഒരു തോന്നണം എന്നുണ്ടെച്ചാൽ, അല്ല ഞാൻ വേണമെങ്കിൽ നിൽക്കാം, നമ്മള് പറഞ്ഞതല്ലോ. വേണേ പുലിയല്ലേ. ഞാൻ ഒരു കാര്യം ഏതായാലും പുലി ഞാൻ ആയിക്കോളാം. അല്ല അത് വിഷയമില്ല. അല്ല വയറില്ല, താടിയൊക്കെ പ്രശ്നം. താടിയൊക്കെ കളയും. അല്ല ഞാൻ അതിന്റെ ആവശ്യമില്ല. ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണ്ടത് ഞാനാവാ. അല്ല ഞാൻ പറയണേക്ക് സർക്കിടാ. കാര്യത്തില് തീരുമാനമായി. ഇനി ബേഡൻ. അയ്യോ, ബേഡനല്ല, ബേഡൻ. അതിന്റെ വെടിയൊക്കെയാണല്ലേ. ഇയാൾ എന്തുട്ടാ ഈ ബേഡൻ പെടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓണം പെരുന്നാളാക്കും. അപ്പൊ ബേഡൻ ആരാവുന്നുള്ള ഒരു തീരുമാനത്തിലെത്തണ്ടേ? അല്ല ഞാൻ പറയണത് ഇപ്പൊ അതിന് പറഞ്ഞില്ലേ, ആ ഒരു ആകാര വടിവൊക്കെ ഉള്ള ഒരാളായിരിക്കണത്. എന്നിട്ട് വെച്ചിട്ടുണ്ടാ നമ്മളെ തോക്കായിട്ട് നിക്കുമ്പോ ഒറ്റ നോട്ടത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവണം ആ പുലിനെ ഇപ്പൊ വെടിവെച്ച് വീഴ്ത്തും ഇയാള്. ആ ഒരു ആഢ്യത്വം വേണം. നല്ലൊരു ഹൈറ്റും വെയിറ്റും ആ ഒരു തലയെടുപ്പൊക്കെ ഉള്ള ഒരാളാണ് അതിന് നിൽക്കേണ്ടത്. എന്റെ ഒരു അഭിപ്രായത്തില് ആ നിലയ്ക്ക് അത് ആ വേഷം അതെ അതെ. മാത്രല്ല പ്രൗഢിന്റെ ആ ഒരു ഇതും. പക്ഷെ സാറ് പറയാൻ നമുക്കറിയില്ല. സാറേ കറക്റ്റാണ്. എന്താ നെറ്റിത്തടവും അതുപോലെ ആ കൊമ്പമീശൊക്കെ വെച്ചിട്ടേ ആ കണ്ണോട് മാറ്റിയെടുത്താൽ കറക്റ്റ് ആയിരിക്കും.
ലുക്ക് സാറിനുണ്ട് സാർ. സാറായാ മതിയേ. സാറായാ വൃത്തിയാവും. അതെ, അതാണ് അതിന്റെ ഒരു ഭംഗി. നമുക്ക് വേറെ ആളെ തരേണ്ട കാര്യമില്ല. അതാണ്. മാത്രല്ല പുലിനെ കണ്ട് വെടി വെച്ച് വിടണ്ടേ? അത് വേണം. അതിനുള്ള ധൈര്യമുള്ള ആളാണെന്ന് നമുക്ക് തോന്നണം, കണ്ട തോന്നണോ? കാര്യശേഷി വേണേ. സാറ് ഒരു തീരുമാനം എന്താണ് സാറേ? എന്തിട്ട് ഇന്ന് നാടോടി നിർത്താ കളിക്കണത്? ഇത് പുലിക്കളിലത് ഇടക്കിടക്ക് ബ്രേക്ക് ഡാൻസ് ഒക്കെ നമുക്ക് ഇപ്പൊ ഈ കളി സ്ഥിരമായിട്ട് അരങ്ങാറുന്നല്ലോ. നറുക്ക് നിങ്ങൾക്ക് വീണോ കൊണ്ട് അല്ലെ ഞാനും സത്യശീൽ സാറൊക്കെ കളിച്ച് കാണിച്ചു തരും. ശരി, ഇപ്പൊ നിങ്ങക്ക് നറുക്ക് വീഴാത്തതിന്റെ അസൂയ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ സാറ് കളിക്കണ നിങ്ങൾ കണ്ടില്ലേ? സാർ എന്ത് രസമായിട്ട് കളിക്കണേ? ഗസറ്റ് ഓഫീസർ അല്ലേ മൂപ്പര്? സുഹൃത്ത് സാറേ, നമുക്ക് ഒന്നും കൂടി നോക്കാം പ്രാക്ടീസ്. ശരിയാവുകയാണെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റം വെക്ക്. മാറ്റം എന്തിട്ട് ഈ പറഞ്ഞു? നമ്മൾ പ്രാക്ടീസ് ചെയ്യല്ലേ ഇത്? അതെ, ഞാനൊരു ഗസറ്റഡ് ഓഫീസറാണ്. ഞാൻ വേട്ടക്കാരനാവുമ്പോ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള പുലി വേണം. ശീതളം പറ്റില്ല. വേണ്ട, കുഴപ്പമില്ല, കളിക്കല്ലേ. അല്ല ശീല സാറേ, അത് നിങ്ങൾക്ക് വിഷമാവാൻ വേണ്ടി പറഞ്ഞല്ല. കുഴപ്പമില്ല സാറേ, കളിക്കാൻ. ഓപ്പോസിറ്റ് കളിക്കുന്ന പുലി സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അപ്പൊ വേണമെങ്കിൽ ഞാൻ കളിക്കാൻ. നിങ്ങൾ പുലി തന്നെ കൊറ്റനാടാവും കളിച്ചാൽ. എന്താ കെട്ടുക? എന്താ പിന്നെ കാട്ടുക നമ്മള് സാറേ? പിന്നെ ഇപ്പൊ ഇവിടെ ആരപ്പ അത് പുലി കെട്ടുക? ഇനിയിപ്പോ നമ്മുടെ നാട്ടിലിപ്പോ ഈ പുലിക്കളി അറിയുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. നാട്ടിലെ ആളും ഇല്ല, കളിക്കാൻ ആഗ്രഹമുള്ളവരെ കളിപ്പിക്കും. എന്നാ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാം. അല്ല ക്യാൻസൽ ചെയ്യണ്ട. ആളെ ഞാൻ സംഘടിപ്പിച്ചു തരാം. എന്റെ കൈമേലുണ്ട് ആള്. നമ്മൾ ചില്ലറ കൊടുത്താൽ മതി. ഞാൻ നാളെ കൊണ്ടുപോകും. ആ സാറേ, മോരുണ്ടാ കൂടി പോവാം.